മാന്യ പ്രേക്ഷകർക്കും ഫാമിലി പ്രൊഡക്ഷൻസ് കേരള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കരമന ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലെ 1976-77 ബാച്ചിലെ SSLC പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഓർമ്മക്കൂട്ടം 2026 മെയ് 1 വെള്ളിയാഴ്ച വൈകുന്നേരം കരമന സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒത്തുചേരുകയുണ്ടായി. തദവസരത്തിൽ പൂർവ്വ അധ്യാപികയായ ശ്രീമതി രാജലക്ഷ്മി അമ്മാൾ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നടത്തുകയും ചടങ്ങിൽ കൂട്ടായ്മ രാജലക്ഷ്മി അമ്മാൾ ടീച്ചറെ പൊന്നാട ചാർത്തി ആദരിക്കുകയും ചെയ്തു. ശ്രീ മുരളി കോട്ടയ്ക്കകത്തിൻ്റെ അധ്യക്ഷതയിൽ ശ്രീ സത്യനാഥൻ കരമന, ശ്രീ മുരളീധരൻ കരുമം, ശ്രീ മുരളീകൃഷ്ണൻ കരമന, ശ്രീ അബ്ദുൾ റഷീദ് മണക്കാട് എന്നിവർ ചേർന്ന് ഭാരവാഹികളെ തെരഞ്ഞെടുത്ത് പുതിയ കമ്മിറ്റി രൂപീകരിക്കുകയും 35ഓളം അംഗങ്ങൾ പങ്കെടുക്കുകയും ചെയ്തു. സ്കൂളിനെ പ്രതിനിധീകരിച്ച് അധ്യാപകൻ എബിനും അബ്ദുൾ റഷീദ് മണക്കാട്, നിസാർ കരമന എന്നിവർ ആശംസകൾ അർപ്പിക്കുകയുമുണ്ടായി. ചർച്ചയിൽ പ്രസ്തുത സ്കൂളിന് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. 49 വർഷത്തിന് ശേഷം കൂടിയ കൂട്ടായ്മയുടെ സ്നേഹോഷ്മളമായ നിമിഷങ്ങളെ ഫാമിലി പ്രൊഡക്ഷൻസ് കേരള എന്ന യൂട്യൂബ് ചാനലിലൂടെ 3 ഭാഗങ്ങളായി തയ്യാറാക്കിയിരിക്കുന്നു. ഇവിടെ നടന്ന ഓർമ്മക്കൂട്ടം എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണുമ്പോൾ കോൺടാക്റ്റ് ചെയ്യുവാൻ ചുവടെ ചേർത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഓർമ്മക്കൂട്ടം കൂട്ടായ്മ പ്രസിഡന്റ് ശ്രീ അബ്ദുൾ റഷീദ്. ഫോൺ നമ്പർ 892121734179. ഞങ്ങൾ തയ്യാറാക്കിയ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ആഘോഷങ്ങൾ ഏതുമാകട്ടെ അത് ഞങ്ങളിലൂടെ പ്രിയതരമാക്കാം. നന്ദി, നമസ്കാരം. ഫാമിലി പ്രൊഡക്ഷൻസ് കേരളയ്ക്ക് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. പോലീസുകാരും 17 എന്റെ മക്കളാണ്. ഒരു മോളും ഒരു മോള്. മോളെ കല്യാണം കഴിഞ്ഞു. മോള് പരസ്പരം സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരു വർഷം മുമ്പേ SSLC കഴിഞ്ഞ പോലെ ചേട്ടന്മാരാണ് നിങ്ങൾ ഈ കൂട്ടായ്മയും സന്തോഷം കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഒപ്പം ഒരു ചെറിയ അസൂയ നമ്മുടെ രാജലക്ഷ്മി ടീച്ചറിനോട് തോന്നുന്നുണ്ട്. ചെറിയ അസൂയയാണ്. അസൂയയുടെ കാര്യം ആദ്യം പറയാം, സന്തോഷത്തിന്റെ കാര്യം രണ്ടാമത് പറയാം. അതായത് 49 വർഷമായി നിങ്ങളുടെ സൗഹൃദം നിങ്ങൾ നിലനിർത്തുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. അത് അംഗീകരിക്കപ്പെടേണ്ട കാര്യമാണ്. പരസ്പരം കാണുന്നു, സംസാരിക്കുന്നു, അതോടൊപ്പം കൂട്ടായ്മയ്ക്ക് വേണ്ട സമയം നിങ്ങൾ കണ്ടെത്തുന്നു. 49 വർഷമായിട്ട് അത് അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം നിങ്ങളുടെ പ്രിയങ്കരിയായ അധ്യാപികയെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ആദരിക്കുന്നു, ഓർമ്മിക്കുന്നു. നിങ്ങൾ പരസ്പരം ടീച്ചറിനെ അങ്ങോട്ട് പരിചയപ്പെടുത്തുന്നു. ടീച്ചറിന്റെ മനസ്സിൽ നിങ്ങളെപ്പോഴും കുഞ്ഞുങ്ങളാണ്. അപ്പൊ ചെറിയ കുട്ടിയായിരുന്നപ്പോഴുള്ള മുഖമാണ് ടീച്ചർ മോഹങ്ങൾ. അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് വന്നിട്ട് ടീച്ചറിനെ സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഇന്നാരാണ്, ഇന്ന ക്ലാസ്സിൽ പഠിച്ചിരുന്നു, ഇന്ന ഡിവിഷൻ പഠിച്ചിരുന്നു. കണ്ടപ്പോൾ എനിക്ക് പിടിച്ചു. കാര്യം വേറെ എന്തല്ല, ഞാനും 10-12 വർഷമായിട്ട് ഞാൻ പഠിപ്പിക്കുന്നു. 12 വർഷം, ഒരു 10-20 വർഷം കൂടുതലൊക്കെ പഠിപ്പിക്കുന്നു. 20 വർഷം മുമ്പ് ഞാൻ പഠിപ്പിച്ച പിള്ളേരൊക്കെ കാലം മാറി കേട്ടോ. അതിന്റെ കാരണമാണ് വല്ലപ്പോഴും ഓഫീസിൽ വെച്ചോ വല്ലപ്പോഴൊക്കെ കൂടെ ഞാൻ പഠിപ്പിച്ച കുട്ടികളെ കാണുമ്പോൾ ഇവിടെ ഓടി വിളിക്കും. അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ നിന്റെ പണ്ട് പഠിപ്പിച്ചില്ല, നീ ഓർമ്മയില്ലേ എന്ന് അങ്ങോട്ട് ചോദിക്കുന്നു. ഓ, പണ്ടങ്ങാണ്ട് സാർ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് ടീച്ചറെ ചിലപ്പോൾ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നന്നാവാനാണെന്ന് നിങ്ങൾ ഓർക്കുന്നു. നിങ്ങൾ ഇപ്പോഴും ടീച്ചറിന് ഒരു സ്ഥാനം മനസ്സിൽ കരുതുന്നു. അത് ടീച്ചറിന്റെ ഭാഗ്യം. ടീച്ചർ മാത്രമല്ല, ഏതാണ്ട് 95 ബാച്ച് വരെ പഠിപ്പിച്ചിരുന്ന എല്ലാ അധ്യാപകർക്കും ലഭിച്ചിരുന്ന ഭാഗ്യം. 96 തൊട്ട് ആ ഭാഗ്യം അധ്യാപകർക്ക് ഇല്ല. ഇപ്പോഴും ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഒട്ടുമില്ല ഭാഗ്യം. അപ്പൊ അതുകൊണ്ടാണ് ചെറിയൊരു അസൂയ എന്ന് പറഞ്ഞത്. പക്ഷേ നിങ്ങളുടെ 49 വർഷമായിട്ട് പരസ്പരം ഈ കോൺടാക്ട് വെച്ച് നിങ്ങൾ ആ ബന്ധം നിലനിർത്തിക്കൊണ്ടുപോയത് വലിയൊരു അതിശയം തന്നെയാണ്. വലിയൊരു അതിശയമാണ്. അത് അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യം. അത് ഞാൻ എടുത്തു പറയുന്ന കാര്യം, ബോയ്സിലാണ് എനിക്കൊന്ന് ആണുങ്ങളിലാണ് ഈ സൗഹൃദം പലപ്പോഴും നിലനിൽക്കുന്നത്. അതേസമയം
ഈ സൗഹൃദം ലേഡീസിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പരസ്പരം കാണും, വല്ലപ്പോഴൊക്കെ കാണും, പക്ഷെ അതിന് ഒരു ഹായ് പറഞ്ഞെന്ന് വിടുവോ. പക്ഷെ ആളുകളുടെ മനസ്സിലെ സൗഹൃദം അതൊരു ദൃഢമായിട്ടുള്ള സൗഹൃദമാണ്. ഒപ്പം ഒരു ചെറിയ കാര്യം, കഴിഞ്ഞ ദിവസം ടീച്ചർ തന്നെ പറഞ്ഞ ടീച്ചർ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അത് ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ച വിദ്യാലയമാണിത്. നിങ്ങൾക്ക് അറിയാം, പഴയ ആളുകളൊക്കെ നിങ്ങൾക്ക് കൈവാക്കാൻ പറ്റി. എല്ലാ സൗകര്യവും നമ്മുടെ വിദ്യാലയത്തിലുണ്ട്. നമ്മുടെ നിയാസാറിനൊക്കെ അറിയാം കൃത്യമായിട്ട്. ഇവിടെ ഇല്ലാത്ത സൗകര്യങ്ങളൊന്നുമില്ല. ആനയുണ്ട്, പക്ഷെ ആനയെ വിളിക്കാൻ പോട്ട് ചെയ്യാൻ പറയുന്ന അവസ്ഥയാണ്. വലിയ കെട്ടിടമുണ്ട്. ആ എല്ലാ ക്ലാസ് റൂമുകളും AC ആണ്. എല്ലാ ക്ലാസ് റൂമുകളിലും ഇന്ററാക്റ്റീവ് ബോർഡുണ്ട്. പഴയപോലെ ചോക്ക് ബോർഡല്ല, തൊട്ട് കൈകൊണ്ട് എഴുതാവുന്ന ബോർഡ്. അത് കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് ഇന്റർനെറ്റ് എടുത്ത് പഠിപ്പിക്കാൻ പറ്റുന്ന ബോർഡ് എല്ലാ ക്ലാസ് റൂമും ഉണ്ട്. ഒരു ദിവസം ക്ലാസ് ഉള്ള സമയത്ത് വന്നാൽ, സ്കൂൾ തുറക്കുന്ന അവസരത്തിൽ വന്നാൽ ആര് വന്നാലും നമ്മൾ അത് കാണിച്ചു തരാം. എല്ലാ സൗകര്യവും ഉണ്ട്. പക്ഷെ ചെറിയ ചെറിയ കുറച്ച് പാഴ്ചകളുണ്ട്. ഒന്ന് നമ്മുടെ കിച്ചന്റെ കുറച്ച് മെയിൻ്റനൻസ്, കുറച്ച് ബാക്കിയുണ്ട്. കുറെയൊക്കെ നമ്മൾ ചെയ്തു. ചില ഒരു ശകലം ചോർന്നൊലിക്കുന്ന അല്ലെങ്കിൽ സൈഡിൽ കുറച്ച് മറ്റൊക്കെ ബാക്കിയുണ്ട്. അപ്പം അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ യൂണിഫോം ഒക്കെ ലഭ്യമാവുന്നത് ചിലപ്പം ഒരു ഓഗസ്റ്റ് ഒക്കെ ആവും. അപ്പൊ അതിന് മുൻപായിട്ട് നമ്മൾ കുറച്ച് പേർക്ക് നമ്മൾ യൂണിഫോം കൊടുക്കും. ബാക്കിയുള്ളവരുടെ യൂണിഫോം നമുക്ക് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ. നമ്മുടെ വിദ്യാലയത്തിൽ വരുന്നത് കുറച്ച് ദരിദ്രരായ വിദ്യാർത്ഥികളാണ്. അപ്പം ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കുറച്ചൊക്കെ നമ്മൾ പരിഹരിക്കാറുണ്ട്. പക്ഷെ എന്നാലും പൂർണ്ണമായിട്ട് പ്രശ്നം പരിഹരിക്കപ്പെടാറില്ല. അപ്പൊ നമ്മുടെ ഈ അടുക്കളയുടെ അവസ്ഥയിൽ യൂണിഫോമിന്റെ ലഭ്യതയും നിങ്ങളുടെ മുന്നിൽ ഒരു പ്രശ്നമായിട്ട് വയ്ക്കുകയാണ്. ചെറിയൊരു സഹായം, ധനസഹായം നിങ്ങൾ സ്വരൂപിച്ച് തന്ന ഈ രണ്ട് പ്രശ്നത്തിനും പരിഹാരം കാണണമെന്ന് ഈ അവസരത്തിൽ വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓർമ്മ വരുമ്പോൾ നമ്മുടെ പണ്ട് ഇവിടുത്തെ ഒരു മേയർ ഉണ്ടായിരുന്നു, തിരുവനന്തപുരം സിറ്റി. അത് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ആർക്കും അറിയില്ല. അദ്ദേഹം ഈ കരമനയൊക്കെ ബെൻസ് കാറിൽ ഇങ്ങനെ കൊടിവെച്ച് വരുന്നതും നാഷണൽ ഫ്ലാഗ് വെച്ച് കൊടിവെച്ച് വരുന്നതും ഇന്നത്തെ മേയറൊക്കെ ഉണ്ട്. പക്ഷെ ആ മേയറെ നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. മേയർ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനം, ആ മഹിമ ഇന്ന് നമ്മുടെ മനസ്സുകളിൽ നിലകൊള്ളുന്നു. അദ്ദേഹത്തിന്റെ മുഖം കണ്ടതിന് ശേഷമാണ് ഈ മുഖം കാണുന്നത്. രണ്ടു വാക്ക് സംസാരിക്കാൻ ഉദ്ഘാടനം ചെയ്തു പോയ ടീച്ചറെ, മറ്റു വേദിയിലിരിക്കുന്ന എന്റെ പഴയ സ്കൂൾ ലീഡറായിരുന്ന ഷീസാറ്, ബാക്കിയുള്ള എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഏകദേശം എല്ലാവരെയും കാണുന്നതാണ് നിരന്തരം. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പൊതുപ്രവർത്തനം, സംഘടനാ പ്രവർത്തനമുണ്ട്. പിന്നെ നമ്മുടെ ചരിത്രം പറഞ്ഞാൽ നമ്മളൊരു ദാരിദ്ര്യത്തിന്റെ കാലഘട്ടത്തിൽ പഠിച്ച സ്കൂളാണ്. ഇവിടെ എല്ലാവരും ഒരേപോലെ തന്നെ, കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അവരുടെ അച്ഛന്മാർ ഉദ്യോഗസ്ഥരായിട്ട് ഇരുന്നിട്ടുള്ളൂ. എൻ്റെ അച്ഛൻ ഈ പറഞ്ഞതുപോലെ വലിയ പൊടിവെച്ച കുടുംബത്ത് വണ്ടിയിലൊക്കെ പോകുമെങ്കിൽ എനിക്ക് 10 പൈസയുടെ മുട്ടായി വാങ്ങി തന്നിട്ടില്ല. ഞങ്ങളെ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. പക്ഷേ എൻ്റെ അച്ഛൻ ഒരു അഡ്രസ്സ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഇത് പറഞ്ഞതുകൊണ്ട് പറയാം. ഞാൻ ഈ ഗ്രാമത്തിലൂടെ പോയപ്പോൾ അവിടെ ഒരു സ്വാമി ഇരിക്കുകയായിരുന്നു, പഴയ ശിവൻകോവിലിൻ്റെ സ്വാമി. എൻ്റെ കൂടെ ഉള്ള നമ്മുടെ ഭൂമാതൊക്കെ കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ സ്വാമി അവിടെ ഇരുന്നുകൊണ്ട് പോത്താ സ്വാമിയെ ചോദിച്ചപ്പോൾ എൻ്റെ കൂടെ 7 പേര് പറയുന്നത് കാസി മയ്യതിൻ്റെ മോനാണ് ഈ പോകുന്നത്. എൻ്റെ അച്ഛൻ സ്റ്റീൽ ഗ്ലാസ്സിൽ ഫ്രൂട്ട് കാപ്പിയിട്ട് കാസിമിനെ കാത്തിരിക്കും. എൻ്റെ വലിയച്ഛൻ അനന്തപത്മനാഭൻ DSP കാസിമിനെ കണ്ടാൽ ഇരിക്കും. കാസിം ആ രാസാസ്വാമിയുടെ പാടുകളുടെ മലയിൽ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ ഞാൻ കുറച്ച് നേരം വീട്ടിൽ പോയിട്ട് ഞാൻ ആലോചിച്ചു. ഞാൻ എൻ്റെ വീട്ടുകാരികൾ പറഞ്ഞു, എന്തായാലും എവിടെ പോയാലും ഒന്നും ചെയ്തു തന്നില്ല, എല്ലാം വിറ്റു പഴയ ആ തറവാട് വീടുകളിൽ നിന്ന് നമ്മളൊക്കെ താമസിക്കുന്നത്. അതിൻ്റെ പുറകിൽ എന്നാലും നല്ലൊരു പൊതുപ്രവർത്തകനായതുകൊണ്ട് ഞാൻ ഈ ഗ്രൗണ്ടിൻ്റെ SSLC കഴിഞ്ഞെങ്കിലും കരമന സ്കൂൾ ഗ്രൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം. 82-ൽ തന്നെ KSRTC ജോലിക്കുകയാണ്. സത്യം പറഞ്ഞ SSLC പാസ്സായില്ല. നേരെ കൂടെ നടന്നു പോയപ്പോൾ അബ്ദുൾ റഹ്മാൻ എന്ന് പറഞ്ഞൊരു കോച്ച് നമ്മളവിടെ ഉണ്ടായിരുന്നു. ഞാൻ നമ്മളെ റഷ്യനൊക്കെ ഉണ്ട്, ഡൽഹി കാണിച്ചു തരാം, പഞ്ചാബ് കാണിച്ചു തരാം, ഹരിയാന കാണിച്ചു തരാം. സൈക്കിൾ പോകാൻ വിളിച്ചുകൊണ്ട് പോയി ആശാന്റെ കൂടെ പോയി ഡൽഹിയും കണ്ട്, പഞ്ചാബും കണ്ട്, കാശ്മീരും കണ്ട്, കന്യാകുമാരിയും കണ്ട് 82-ൽ ജോലിയുമായി തന്നു
ഞാൻ 82 കഴിഞ്ഞ് ഞാൻ KSRTC ബസ്സിൽ 10 ഞാൻ പഠിച്ച തങ്കമ്മ സാറായിരുന്നു ക്ലാസ്സിലേക്ക്. ഞാൻ അങ്ങനെ വിശാലമായിട്ട് പാപ്പനോട് ഡിപ്ലോമ വെച്ച് ഞാൻ അങ്ങനെ ഫുട്ബോൾ ചെറിയ പ്രായ വിഷയമൊന്നും കൊടുത്തില്ല. അന്ന് KSRTC പോകണമെങ്കിൽ ഭാഗ്യമുണ്ട്, മഹാഭാഗ്യം വേണം. അതൊക്കെ ഞാൻ ഇങ്ങനെ തട്ടിയിട്ട് എന്തെന്ന് ചോദിച്ച് അപ്പോൾ ഞാൻ പാസ് എന്ന് പറഞ്ഞു. കണ്ടക്ടർ ചോദിച്ചോ അതൊക്കെ തട്ടിയെന്ന് വിളിച്ചിട്ട് ചോദിച്ച് ഇന്ത്യയിൽ KSRTC ജോലി കിട്ടുന്നത് രസകരമായ ഒരു അനുഭവമാണ്. പിന്നെ SSLC പാസ്സായെന്ന് ചോദിച്ചു. അതൊന്നുമില്ല, പിന്നെ എങ്ങനെ ജോലി കിട്ടി? അതിന് സ്പോർട്സ് കോളേജ് ജോലി അങ്ങനെ പറഞ്ഞാൽ പഠിച്ചവനാ എനിക്കറിയില്ല. നിന്നെ ഞാൻ വെറും നിൽക്കാതെ ക്ലാസ്സിൽ കൊണ്ടുകൂടെ നിർത്തിയിട്ടുണ്ട്. എക്സ്ട്രാ ക്ലാസ് സമയത്ത് നീ എന്തായാലും നീ രക്ഷപ്പെട്ടില്ല, കണ്ടല്ലേ നിന്റെ കൂടെ ആരും ഇതുവരെ വളർത്തിക്ക് അറിയില്ല. പക്ഷേ ഗുരുശാപം കിട്ടാതെ ഗുരുത്വത്തോടുകൂടി അങ്ങനെ കിട്ടി. ടെൻഷനൊക്കെ കൂടുതൽ പറയണ്ടല്ലോ. സ്പോർട്സ് കൗൺസിൽ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി വലിയൊരു സ്ഥാനം. ഞാൻ ഒരു ഒപ്പിട്ട് കൊടുത്താൽ SSLC പേപ്പറും ജയിക്കും. ഇപ്പോഴും 90 മാർക്ക് കിട്ടും. ഒബ്സർവറായിട്ട് പോകുന്നത് സംസ്ഥാന സെക്രട്ടറി. ആയിരക്കണക്കിന്, ഒരു പക്ഷേ 10,000 കുട്ടികൾക്ക് ഇന്നലെ ചെസ് ടൂർണമെന്റ് ഉണ്ടായിരുന്നു ഓക്സ്ഫോർഡ് സ്കൂളിൽ. 200 കുട്ടികൾ പങ്കെടുത്ത് അവർക്ക് സമ്മാനദാനം കൊടുത്തു. ആ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുത്ത് ഏവരെയും ഭാഗ്യമല്ല, മഹാഭാഗ്യം കിട്ടി. പക്ഷെ ഒരു സൈക്കിൾ പോലും എനിക്കില്ല. ഞാൻ KSRTC ബസ്സിലൊക്കെ പോകുന്നത് ആരെയും ദൈവത്തിനെ നോക്കി പറയാൻ ഞാൻ ഒരു പ്രതിഫലവും എവിടെ പോയാലും ഓണറിയുന്നുണ്ട്. അവർ ഇതിനൊക്കെ വരുന്നതിന് കാശ് തരും. ഒബ്സർവർ ഞാൻ വാങ്ങാറില്ല. കാരണം ഇതുകൊണ്ടൊരു തൊഴിൽ കിട്ടി, കുടുംബം ജീവിക്കുന്നുണ്ട്, പൊതുപ്രവർത്തനം നടത്തുന്നുണ്ട്. കാരണം എൻ്റെ അച്ഛനും എനിക്കൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാനും എൻ്റെ കുട്ടികൾക്കൊന്നും 3 പെൺകുട്ടികളാണ്. 2 പേരെ കല്യാണം കഴിച്ചു. ഒരു കുട്ടി ഇപ്പോൾ ഒരു 4 മാസമായി ടോണി FPR എന്ന് പറഞ്ഞവർക്ക് ഈ ഫാഷൻ ഡിസൈനിങ് അവിടെ നിന്ന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. മദ്രാസിലാണ്. കാലത്ത് വകുപ്പിലെ 5 മണിക്ക് ലോകത്തിലാണ്, രാത്രി 11 മണിക്ക് ഡ്യൂട്ടി ചെന്ന് കയറും. സ്പോർട്സ്, കായിക സംഘടന, ഇപ്പോഴും ബീഹാർ, പിന്നെ ഗംഗ, കൽക്കട്ട, ഇവിടെ എല്ലാം ഇങ്ങനെ യാത്ര ചെയ്ത് 100-200 കുട്ടികളുമായിട്ട് ഞാൻ അന്നും ഇന്നും നടക്കുന്നുണ്ട്. ദൈവം നമ്മളെ എല്ലാവരെയും ആരോഗ്യമുള്ള ഒരു ആയുസ് നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. കൂടെ ഉണ്ടായിരുന്ന മഹേഷ് ഉണ്ടായിരുന്നു, മരണപ്പെട്ടു പോയി. കാരണം മഹേഷിനെ സംബന്ധിച്ച് പറയണമെങ്കിൽ ഈ ഇരിക്കുന്ന എല്ലാവരും സാറേ 49 കൊല്ലമല്ല, ഞങ്ങൾ 59 കൊല്ലമായിട്ട് ബന്ധങ്ങളുണ്ട്. 1ാം ക്ലാസ് മുതൽ പഠിച്ചവരുണ്ട്. മഹേഷ് SSLBS, സതിയൊക്കെ HSLBS, ഞങ്ങളൊക്കെ അന്നൂർ SSLBS ഞങ്ങളൊക്കെ ബന്ധുക്കളാണ്. ഇല്ല, ഞങ്ങൾ SSLBS 1ാം ക്ലാസ് മുതൽ പഠിച്ച ആൾക്കാരുണ്ട് ഇവിടെ. അപ്പൊ സുബ്രഹ്മണ്യൊക്കെ ഒന്നും പറയണ്ട, സുബ്രഹ്മണ്യനേക്കാൾ ചരിത്രങ്ങൾ പറഞ്ഞാൽ രസകരമായി സിനിമയെക്കാളും വലുതായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും കാണുന്നുണ്ട്. സുബ്രഹ്മണ്യൻ വീട്ടിൽ പോവും. ഈ ഇടയ്ക്ക് ചെറുതായിട്ടൊരു പിന്നെ ട്രാൻസ്ഫർ കാലിനെ പറ്റി നിരന്തരം കാണാറുണ്ട്. നമ്മളെ എല്ലാവരെയും എന്ത് ജാതി, എന്ത് മതം, കുറച്ചു കാലം ഈ ലോകത്ത് ജീവിക്കും. ആർക്കും പണവും ഉദ്ദേശവും ഇല്ലാതെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാൻ എല്ലാവരുടെ മനസ്സിൽ ഈശ്വരൻ തരുക എന്ന് പ്രാർത്ഥിക്കാം. ഇരിക്കുന്നവർക്ക് എല്ലാ ജാതിയും മതവും രാഷ്ട്രീയവും ഉണ്ടെങ്കിലും മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ടു ജീവിക്കാൻ. ഒരുപക്ഷെ എൻ്റെ അച്ഛൻ പണ്ട് 56 കൗൺസിലറായതാണ്, PSPയിലൊക്കെ നിന്നായതാണ്. ആദ്യമായിട്ട് പൂജപ്പുരയിൽ നിർത്തിയാണ് എൻ്റെ അച്ഛനെ ജയിപ്പിച്ചത്. അവിടെ ഒരു മുസ്ലിമും ഇല്ല. അപ്പോൾ അന്ന് ഇതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാം പരിചയപ്പെടുത്തിയില്ലാത്ത മകനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സന്തോഷം. ഒരുപക്ഷെ എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് നമുക്ക് ഒന്നും തന്നില്ല എങ്കിലും എൻ്റെ അച്ഛൻ്റെ ആത്മാവ് ഇതിലേക്ക് ചില സമയങ്ങളിൽ ആനന്ദിക്കുകയായിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യത്തോടുകൂടിയുള്ളൊരു ദീർഘായുസ് നമുക്ക് തരട്ടെ. അവസാനത്തെ കൊല്ലം നമുക്ക് ജീവിക്കുന്നവർക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർക്കെല്ലാം അങ്ങനെ ജീവിച്ചിരിക്കുന്നവർക്കും കുടുംബസമേതം ആഘോഷിക്കാൻ അതിന് ഈ വേദി ഒരു പ്രചോദനമാവട്ടെ. നമ്മുടെ സംഘാടകർക്ക്, സംഘടിപ്പിച്ചവർക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സംഘാടനം എല്ലാ രീതിയിലും നീ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുക. ഒരിക്കലും ഞാനൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഒരു നന്ദി അതിൻ്റെ ഇങ്ങനെ ഒരു ആശയം രൂപപ്പെടുത്തിയെടുത്ത് ഇങ്ങനെ ചെയ്തതിന് വേണ്ടി മുൻകൈ എടുത്ത് അതിൻ്റെ താമസം മാത്രമേ ഞാൻ
ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് സദാവ് സതീഷ് കുറച്ച് ബാക്കി ഒരു വർഷത്തിന് ശേഷം കാണുന്നു. അതിയായ സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി താമസിക്കാൻ കൊണ്ടൊരു താജ്മഹൽ മായാത്ത മധുരഗാന മാലിനിയുടെ പടവിൽ മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാൻ കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാൻ പൊന്തിവരും സങ്കൽപ്പത്തിൽ പൊന്നശോക മലർവനിയിൽ ചന്ദനയും ചന്ദ്രികതൻ ചന്ദന മണിമന്ദിരത്തിൽ സുന്ദര വസന്തരാവി ഇന്ദ്രവീര മണ്ഡപത്തിൽ സുന്ദര വസന്തരാവി ഇന്ദ്രവീര മണ്ഡപത്തിൽ എന്നുമെന്നും താമസിക്കാൻ എന്റെ കൂടെ പോരുമോനേ എന്നുമെന്നും താമസിക്കാൻ എന്റെ കൂടെ പോരുമോനേ താമസകി അസംബ്ലിയിൽ വെച്ച് രണ്ടുപേര് പാടുമായിരുന്നു. രണ്ടുപേര് പാടിയാണ് ആഗ്രഹം. അടുത്ത നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാം. നമ്മുടെ സോമേഷ് കുമാർ. എൻ്റെ പേര് സോമേഷ് കുമാർ. ഞാൻ കരമണി ശാസ്ത്രീയമാണ് താമസിക്കുന്നത്. ഇവിടെ സ്കൂളിൽ അശോക് സാറിൻ്റെ ക്ലാസ്സിൽ തന്നെയായിട്ടാണ് പഠിച്ചിരുന്നത്. എനിക്കറിയാവുന്ന ഓരോ കൂടുതൽ പേരുണ്ട്, എന്നാൽ അറിയാത്ത ഓരോന്നും ഇവിടെയുണ്ട്. അവരാരും ഓരോരുത്തർ പരിചയപ്പെടുമ്പോൾ മനസ്സിലാക്കാം. എനിക്ക് 2 കുട്ടികളാണ്, ഒരു മകനും ഒരു മകളും. മകൻ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നു, മകൻ ഇവിടെ വഴിക്കാണ് നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. മകൻ ഡെന്റൽ ടെക്നീഷ്യനാണ്. ഞാൻ അന്ന് കഴിഞ്ഞു എൻ്റെ പ്രൊഫഷനായ ടൈപ്പിങ്ങുമായിട്ട് തിരുവനന്തപുരം ജില്ലാ കോടതിയുടെ സമീപത്ത് ഒരു കമ്പ്യൂട്ടർ സെന്റർ വർക്ക് ചെയ്തു.
റിട്ടയർമെന്റിന്റെ കാര്യം റഷീദ് സൂചിപ്പിച്ചപ്പോൾ ബിസിനസിന്റെ കാര്യത്തിൽ താഴെ വരുന്നവരെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇല്ല, വേറെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. നമ്മളെ ഈ കൂട്ടായ്മ നമ്മളെ തലക്കെട്ട് തന്നെ ഓർമ്മ കൂട്ടമാണ്. ഓർമ്മകൾ കൊടുക്കുമ്പോൾ ആദ്യം നമ്മളെ ഉയർച്ചയായ ആലപ്പി ടീച്ചറിന്റെ കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. അന്ന് ആ ടീച്ചർ എന്നോട് ആ സഹാനുഭൂതി കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ ചിലപ്പോൾ എനിക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ലായിരിക്കും. കാരണം ഞാൻ താഴെ തട്ടിലേക്ക് പോയി. സ്കിൻ ഡിസീസിന്റെ പേരിൽ എനിക്ക് എൻ്റെ ശരീരത്തിൽ ഒരു ഉണ്ടായിരുന്നപ്പോൾ 46 ദിവസം അറ്റൻഡൻസ് വന്ന് ടീച്ചർ സ്വയം മാർക്ക് ചെയ്ത് എന്നെ നിലനിർത്തി നിങ്ങളുടെ കൂട്ടത്തിൽ എത്തിച്ചു. ഇല്ലെങ്കിൽ നമ്മളൊന്നും പരസ്പരം കാണില്ലായിരുന്നു. അതൊരു ഓർമ്മ പുതുക്കലല്ലേ, അങ്ങനെ പറയാനൊന്നും വളരെ തെറ്റായിരിക്കാം. നമ്മൾ ഓരോരുത്തരും ഓരോ മേഖലയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. പലരും സർവീസിലുണ്ടായിരുന്നു, അവരൊക്കെ റിട്ടയറായി, അവരൊക്കെ എന്ത് ചെയ്യുന്നു നമുക്കറിയില്ല. അവർ ഈ പറയുന്നത് തന്നെ കൂട്ടത്തിൽ അറിയിക്കുകയും ചെയ്തില്ല. ഈ കൂട്ടായ്മ ഇന്നുകൊണ്ട് ഇവിടെ അവസാനിക്കാതെ നമ്മുടെയൊക്കെ ശ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം പരസ്പരം ഒന്നായി കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാനിവിടെ അവസാനിക്കുകയാണ്. അടുത്ത മുരളീധരൻ കെ പറഞ്ഞു. അടുത്ത മുരളീധരൻ കെ കരിമ. നമസ്കാരം. ഞാൻ തരം ടീയിലായിരുന്നു, ആലീസ് ടീച്ചറായിരുന്നു. അധ്യാപകരുടെ ടീച്ചർ, പിന്നെ ആലീസ് ടീച്ചർ. പലരും അന്ന് ഉണ്ടായിരുന്നാലും പലരൊന്നും ഇല്ല. മലയാളിക്കൊന്നും രാജ്യങ്ങൾ നമ്മുടെ ടീച്ചറിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ ഒരു മടിയാണ്. മടിയായ ടീച്ചർ വരുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ കയറി ഒന്നും പറയണ്ട. ടീച്ചറെ കണ്ടാൽ തന്നെ എല്ലാവരും അച്ഛനൊക്കെ എന്നിപ്പോൾ ടീച്ചറെയും കുട്ടികളെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്തതാണ്. ഈ കൂട്ടായ്മ ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അർജുൻ മുരളിയെല്ലാം കൂടുതൽ സഹകരണത്തോടുകൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. കൂടുതൽ അടുത്ത നമ്മുടെ ലോറി ഡ്രൈവറാണ് ജോസി. 10ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. അതുപോലെ ലോറി ആണ് എൻ്റെ പ്രധാന ജോലിയായിട്ടുള്ളത്. ലോറിയാണ് പഠിക്കുന്നത്. 42 വർഷം കൊണ്ട് ലോറിയാണ്. 2 മക്കളാണ്. ഒരു 2 കല്യാണം കഴിച്ചയച്ചു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ജോലിയൊന്നും ആയില്ല. പ്ലംബർ ടൈലർ പോയത് ഞാനിപ്പം 3 വർഷം കൊണ്ട് പഠിച്ചൊന്നും പോകുന്നില്ല. ഒരു വീഴ്ച 20 വർഷമായി. 3ാമത്തെ നിലയിൽ ഞാൻ കമ്പ്യൂട്ടർ അങ്ങനെ പോകാൻ ഫസ്റ്റാണ് വീടായിട്ട് അങ്ങനെ ഞാൻ അപ്പൂപ്പനായി. എൻ്റെ ഒരു മോക്ക് 2 മോനും, ഒരു മോക്ക് ഒരു മോളും മോനും. എല്ലാ കൂട്ടുകാരും പരിചയപ്പെടുത്തി കഴിഞ്ഞ അടുത്ത് നമ്മുടെ ഒരു അഭിമാനിൽ ഒരാൾ മുരളീധരൻ കരിമം ഒരു പാട്ട് പാടുക. പാട്ട് നമസ്കാരം. ആദ്യം നമുക്കിങ്ങനെ കൂടാൻ സാധ്യത വളരെ നന്ദി. എല്ലാവർക്കും എല്ലാം വളരെ നന്ദി. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ നമ്മളെല്ലാം ഏകദേശം ഒരു ബോണസ് കിട്ടിയ അവധിയിലാണ് ഇപ്പം ജീവിച്ചു പോകുന്നത്. എനിക്ക് ഒരു പുനർജന്മം എന്ന സ്കൂളാണുള്ളത്. കാരണം 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഓണം പരീക്ഷ സമയത്താണ് ഞാൻ ഒരു സതീഷ് കൃഷ്ണകുമാറാണ്. നമ്മൾ തമിഴത്താണ് താമസിക്കുന്നത്. ഈ റോഡിനപ്പുറത്തുള്ള ആ വയലുകളിൽ ഇറങ്ങിയപ്പോൾ നമ്മുടെ കുളമാണ്. ഉച്ചയ്ക്ക് നമ്മൾ പോയി ആ കുളത്തിൽ ചെന്ന് ആപ്പിൾ വാങ്ങിക്കുന്നു. നീന്തലൊന്നും വശമില്ല. അങ്ങനെ ആപ്പിൾ വരയ്ക്കാൻ കാലം കൊണ്ട് ആപ്പിൾ വരച്ചു. സത്യനാരായണ വീടിൻ്റെ അടുത്താണ്. ഞാനത് കുളത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. എനിക്കൊരു പ്രത്യേക വെള്ളം മാത്രമേ കാണാൻ പറ്റുള്ളൂ, വേറെ ഓർമ്മയില്ല. എൻ്റെ ഓർമ്മ കൃഷ്ണപറ്റി ചെന്നപ്പോൾ കൃഷ്ണകുമാർ ഓടിക്കുന്നു പേടിച്ച്. ഒരു സതീഷ് അവിടെ നിന്ന് ഉറക്കെ കരഞ്ഞ് നിലവിളിച്ച് അവിടെ മണൽ വാരാൻ പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർ
ഒരാൾ ആശ്രയാകുമ്പോൾ പോകില്ല. ഒന്ന് ഞാൻ എടുത്തോട്ട് ആൾക്കാരെല്ലാം എടുത്തു. അപ്പം ഞാൻ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞു അവരെ വീട്ടിൽ കൊണ്ട് കിടത്തി. പക്ഷെ അത് ഒരാൾ പറഞ്ഞ് അനക്കമുണ്ടെന്ന് പറഞ്ഞ് അവരെ നാളെ ചികിത്സ എടുക്കുന്ന ചിലപ്പോൾ റോട്ടറി ആശുപത്രിയിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്തുന്നത്. അപ്പൊ അന്ന് എൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു സുഹൃത്തിൻ്റെ ധൈര്യമാണ് എനിക്കൊരു ജീവൻ തന്നത്. അല്ലെങ്കിൽ 77 ഞാൻ മരണപ്പെട്ടു പോകുന്നത്. എൻ്റെ ജീവിതം കരമന സ്കൂളിൽ 5ാം ക്ലാസ്സാണ് വരുന്നത്. 1ാം ക്ലാസ് മുതൽ ഞാൻ കമല സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ കരമന സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ചു. 10A വിശ്വാസമാണ്. എങ്കിലും അന്ന് 10ABCD ഉണ്ടെങ്കിലും സ്കൂളിൽ വരുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും എല്ലാവരും ഒറ്റ ഡിവിഷനാണ്. എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരാണ്. ഞാൻ അത് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് IT ചേർന്നു. പക്ഷെ ആ ജീവിതം തുറന്നു പോയതുകൊണ്ട് IT പഠനം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് പ്രീഡിഗ്രിക്ക് MG കോളേജിൽ പോയി. വീണ്ടും പോളിടെക്നിക്കിൽ ചേർന്നു. അതും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അതും മതിയാക്കി. അങ്ങനെ 83 ഡിഗ്രിക്ക് മലബാറിൽ ചേർന്നു. ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പോലീസ് ആദ്യം സെലക്ഷൻ കിട്ടുന്നത്. പോയി ഒരാഴ്ച കഴിഞ്ഞ് മതിയാക്കി പോകുന്നു. 85 മതിയാക്കി പോകുന്നു. വീണ്ടും 88 വീണ്ടും പോലീസിൽ കയറി. അങ്ങനെ തുടർച്ചയായിട്ട് 30 വർഷം പോലീസ് സർവീസിലായിരുന്നു. 2017 റിട്ടയർമെൻ്റായി. പിന്നെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാട് നിസ്സാരമായ കഷ്ടപ്പാടൊന്നുമില്ലായിരുന്നു. കാരണം അച്ഛൻ പോസ്റ്റ് ഓഫീസിലായിരുന്നു, അമ്മ കരമന സ്കൂൾ ടീച്ചറായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള 6 സഹോദരങ്ങളാണ്. നല്ല രീതിയിലൊക്കെ പോയി. പക്ഷെ എങ്കിലും അന്ന് നമുക്കൊരു ടീമുണ്ടായിരുന്നു. സ്കൂളിലോട്ട് പോകുമ്പോൾ ഇവിടെ നിറങ്ങി പോയി. അപ്പോൾ തെരുവിലൊക്കെ പോയി അപ്പളൊക്കെ പഠിക്കാൻ പോയി. ഒരു ടീമുണ്ട്. അതുപോലെ ഉച്ചയ്ക്ക് കൊടുക്കുന്നത് നമ്മൾ ചെട്ടിയാര സൈക്കിൾ ഷോപ്പിൽ സൈക്കിൾ എടുത്ത് ഒറ്റ പോകാൻ ഡോക്ടറാണ് പോയിട്ട് തിരിച്ചു വരും. ഈ കരമന ആറ്റി ഉച്ച സമയത്ത് എല്ലാം മിക്ക പോയി തന്നെ കുടിക്കാറുണ്ട്. അങ്ങനെ ഒരു ടീം വർക്കായിരുന്നു. ആ ഒരു പ്രത്യേക സുഖമാണ്. ഈ കരമന ക്ലാസ്സിന്റെ പോകുന്നത് ജാലിയായിട്ട് ഡൽഹി സാർ എന്നൊക്കെ 12 അടി വന്നിട്ടുണ്ട്. അത് നീന്തൽ പഠിക്കുന്ന ശേഷം എന്റെ കൂടെ ഒരു സുഹൃത്താണ് തമ്പുരാണ്. തമ്പുരാനെ ഞാൻ സീതാവാക്ക് പറഞ്ഞത് തമ്പുരാന് പരാതി കൊടുത്തത് വലിയ സാർ എനിക്ക് 6 അടി അടിയെ പൂർവ്വമാണ്. എല്ലാ ആഴ്ചയും ഒരു 6 അടി കിട്ടും. ഇന്ന് അധ്യാപകർ ഒരു പുതിയ ഒരു അടി കൊടുക്കാൻ ഒന്നും പറ്റുള്ളൂ. ഇന്ന് അന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ എല്ലാ സുഹൃത്തുക്കളാണ്. ഇന്നത്തെ +2 കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികൾ തങ്ങൾ ഓർത്താൽ ഒരു പറയും ആ വെളുത്തവരാണ്, ആ പെട്ടതാണ്, ഈ കറുത്തവരാണ്, അവ ഇന്ന പാർട്ടിക്കാർ. ആ രീതിയിലായിട്ട് കടിയാവത്ത് വർക്ക് ചെയ്തു. വൈഫിന്റെ വീട്ടിലുള്ള കണ്ണൂരാണ്. ഇത് അമ്മയുടെ ഫാമിലി എല്ലാം കാണുന്നതാണ്. അച്ഛനാണ് കേരളത്തോളം. അതുകൊണ്ട് എൻ്റെ ബന്ധുക്കളെല്ലാം തമിഴ്നാട് സൈഡിലാണ്. വൈഫിന്റെ ഒരു ഊട്ടിയിലാണ്. എല്ലാം തമിഴ് സൈഡാണ്. ഞാൻ ജനിച്ചു വന്ന സ്ഥലമായതുകൊണ്ട് ആ ഒരു പ്രത്യേക സ്നേഹം നമുക്ക് ജീവിതത്തിൽ ഇനിയും നമുക്കൊരു ദിവസം കാണാൻ സാധിക്കും. അതുപോലെ ഞാൻ ഈ കൂട്ടായ്മയിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞു. കാരണം നമ്മൾ 2011 അഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ ജോലി 2011 ജോലി കിട്ടി വന്ന് മാറിപ്പോയ ഒരു 70 പോലീസുകാർ ഓഫീസർമാർ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ഈ കൂട്ടായ്മയ്ക്കകത്ത് വരുന്നവർക്ക് ഒരാൾക്കോ സഹായം ഉണ്ടാകുമ്പോൾ സാമ്പത്തിക സഹായം ഉദ്ദേശിക്കുന്നത് അവരാൽ കഴിയുന്ന ഒരു അത്യാവശ്യത്തിന് അവരെ സഹായിക്കുക, അവർക്കുള്ള ലീഗൽ വശങ്ങളിൽ അവരെ സഹായിക്കുക, അവരുടെ കുടുംബങ്ങളുള്ള ഫംഗ്ഷനിൽ പങ്കെടുക്കുക. ഒരു കൂട്ടായ്മ പലരും ഉദ്ദേശിച്ച് പോകുന്നില്ല. എന്തെങ്കിലും നമുക്ക് പല രീതിയിലുള്ള ജീവിതങ്ങളാണ്. എല്ലാവരും ജോലിക്കാരാണ്. ആ ഒരു 2005 കൂട്ടായ്മ നമ്മളിപ്പോൾ വളരെ സന്തോഷപൂർവ്വം അതിൽ CA ആയിട്ട് പൊതുജനമാണ് വളരെ സന്തോഷം. അതേപോലെ ഇത് വളർന്നു പോകണം. നമ്മൾ എത്ര കാലം കൂട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് മരണപ്പെട്ടു പോകാം. അപ്പോൾ കൂട്ടുകാരൊക്കെ മനുഷ്യരുണ്ട്, പലരും ബന്ധിയുണ്ട്. കാരണം മഹേഷ് ഞാൻ വലിയ കൂട്ടുകാരനായിരുന്നു. ഞാൻ ക്യാമ്പിലുള്ളപ്പോൾ മഹേഷ് ക്യാമ്പിൻ്റെ മുകളിൽ വീടിന് മരണപ്പെട്ടു. അങ്ങനെ ഒരുപാട് അതുകൊണ്ട് കണ്ടതുകൊണ്ട് എല്ലാവരും കണ്ടു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അടങ്ങിയിട്ട് കാണുമ്പോൾ ഞാൻ ഓർമ്മിക്കും. എൻ്റെ അടുത്തൊന്ന് ഓർമ്മിപ്പിക്കണം, സംസാരിക്കുക. ഇത്ര കാലം ബോധത്തിൽ ജീവിക്കുന്നുണ്ട്. വളരെ സന്തോഷം. അടുത്ത ഉദയകുമാർ. ഞാൻ താമസിക്കുന്ന പൂജപ്പുരയാണ്. നാമത്താണ് കഴിഞ്ഞ്
കുടുംബം മറ്റൊരു അനിയനാണ്. അവൻ ഇപ്പോൾ ദുബൈയിലാണ്. വൈഫ് നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുന്നതാണ്. ഇത്രയും പറയാനുണ്ട്. അടുത്ത നമ്മുടെ സുരേഷ് കുമാറാണ്. നമ്മുടെ ഈ സംരംഭം സുരേഷ് കുമാർ നാളേക്കാട് സുരേഷ് എന്നാണ് വിളിക്കുന്നത്. സ്വന്തമാണ് എൻ്റെ വീട്ടിൽ പറ്റി. എന്നെ അറിയാത്തൊരു എനിക്ക് എൻ്റെ അമ്മമാർക്ക് ഒരുപാടുണ്ട്. അങ്ങനെ ഈ വിജയനഗരി പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. എൻ്റെ കളിക്കൂട്ടുകാരെന്ന് പറഞ്ഞ റഷീദാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്താണ് 4 വയസ്സ് വരെ കളിച്ചു വന്നിട്ടാണ്. പിന്നെ മുന്നേക്കുള്ള കവി എനിക്ക് 2 മക്കളാണ്. ഒരു മോളും ഒരു മോനും. നമുക്ക് 2 ആൺകുട്ടികൾ, മകൻ പെൺകുട്ടിയാണ്. 2 മോനും ജോലിയുണ്ട്, മകൻ ജോലിയുണ്ട്, മകൻ ജോലിയുണ്ട്, നോക്കി ജോലിയുണ്ട്. കുഴപ്പമില്ല. എല്ലാവരും കണ്ടതിന് സന്തോഷം. 3 മാസത്തിൽ ഒരിക്കലെങ്കിൽ ഒരു കൂട്ടായ്മ ഒക്കെ ഉണ്ടാക്കി നമ്മുടെ പഠിച്ചതിൽ നമ്മുടെ അവസ്ഥയിൽ കഴിയുന്ന ആദ്യം തന്നെ ഒരു ദിവസം ഡോക്ടറെടുക്കേണ്ട കാത്തിരിക്കുന്നത് സഹായിക്കാൻ നന്നായിരിക്കും. എന്നെ കൂടി കഴിയുന്ന എല്ലാ സഹായവും സംഘടനകളുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഓർമ്മ നശിച്ചു തുടങ്ങിയ സമയത്താണ് നമ്മൾ ഓർമ്മക്കൂട്ടം ആരംഭിച്ചത്. കാരണം പലരും നമുക്ക് ഓർമ്മയില്ല. എന്തായാലും ആ ഓർമ്മക്കൂട്ടം തുടങ്ങിയ അല്ലെങ്കിൽ അതിനൊരു സ്റ്റാർട്ടപ്പ് ചെയ്ത സത്യനാരായണൻ, മുരളി, പിന്നെ ദേവൻ മുരളി, തുളസീധരൻ, മുരളി ചെയ്ത് ഇതിലേക്ക് ഞാൻ പ്രത്യേകം അതിനെ അഭിനന്ദിക്കുക. കാരണം അവർക്ക് ആ ഒരു ഓർമ്മ വന്നതുകൊണ്ടാണ് നമുക്കൊരു ഓർമ്മക്കൂട്ടം. ആ ഓർമ്മയിൽ എത്ര പേര് പങ്കാളിയാവുന്നതാണ് നമ്മുടെ ഓർമ്മ. എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഞാൻ 10 ഡിഗ്രിയാണ് പഠിച്ചത്. അന്ത്യമായ ടീച്ചറാണ് എൻ്റെ ടീച്ചർ. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയാം, ആ ഒരു സൗഹൃദം തീർച്ചയായിട്ടും അത് ജീവിതത്തിൽ അപ്പോഴേ കിട്ടും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സൗഹൃദവും കാര്യങ്ങളൊക്കെ വളരെ അതുകൊണ്ടാണ് ഇവിടെ വരുമ്പോൾ നമുക്കിപ്പം നമ്മുടെ സുഹൃത്തുക്കളെ നമുക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞു വിളിക്കാം ഇപ്പം. പക്ഷേ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ സ്വന്തമായിട്ട് പറയാൻ ഒക്കില്ല. കാരണം അവരുടെ സ്ഥാനം, പോസ്റ്റ്. പക്ഷെ എന്നിരുന്നാലും അത് ഉൾക്കൊണ്ട സുഹൃത്തുക്കളും ഞാൻ അവരെയാണ് കൂടുതൽ ബഹുമാനിക്കുന്നത്. കാരണം അവരുടെ സാന്നിധ്യങ്ങൾ ഇവിടെ സതീശ നീങ്ങി കയറുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു കുളിർമയുണ്ട്. കാരണം ചിലപ്പോൾ നമ്മളെക്കാൾ ഉയർന്ന ഒരു പോസ്റ്റിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോഴാണ് വിളിക്കുന്നത്, എടാ സതീശ നീങ്ങി കയറി വാന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം പറഞ്ഞ ഒരു വെള്ളടി, അവരെന്നെ മറന്നിട്ടില്ലല്ലോ എന്നൊരു വെള്ളടി നമ്മുടെ മനസ്സിൽ. അവരെന്നെ മറന്നിട്ടില്ല. അതേസമയം കണ്ട മാവൻ വിളിക്കാതെ പോകുമ്പോഴും പക്ഷെ എനിക്ക് ഇങ്ങനെ പലരുടെയും മുഖം നല്ലപോലെ അറിയാം, പലരുടെയും വിജയമുണ്ട്. കാരണം ഞാൻ 80 ഇനി എന്നെ 2 അനുഭവമുള്ളത്. ഇവിടെ ഇപ്പം പറഞ്ഞു ഈ ഗുരുബ്രഹ്മ ഗുരു നമ്മുടെ ഒരു സംഭവം. ഈ പറഞ്ഞത് എല്ലാത്തിലും എന്ത് വേണം? ഗുരുത്വം വേണമെന്ന്. ഗുരുത്വം ഉള്ളവരെ രക്ഷപ്പെടും. മീൻസ് നമ്മളെ സഹായിക്കുന്നവരെ അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കും ആ ഗുരുത്വം. ഇന്നിപ്പോൾ പലപ്പോഴും ആ ഗുരുത്വം കുറഞ്ഞു വരികയാണ്. പിന്നെ ജീവിതത്തിൽ നമുക്കറിയാം 2 അനുഭവങ്ങൾ. ഇപ്പം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പം എൻ്റെ സുരേഷ് പറഞ്ഞു, ഞാനും ഒരവസരത്തിൽ മരിച്ച് ജീവിച്ചു പോലെ. ഞങ്ങൾ അന്ന് സ്കൂളിൽ നമുക്ക് ഈ ഗാന്ധി ജയന്തിക്ക് 7 ദിവസം അടിപൊളിയാണ്. കാരണം പഠിക്കണ്ടല്ലോ. 7 ദിവസം വരിക, കളിക്കുക, ഈ കമ്മ്യൂണിറ്റി വർക്ക് ഇതൊക്കെ. അതിനുശേഷം ഉച്ചയ്ക്ക് ആക്ടിൽ പോയി കുളിക്കുക, ആക്ടിൽ നിന്ന് തൊട്ട് കളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. എനിക്ക് വാസ്തവത്തിൽ അന്ന് നീന്താനാണ് ഇവിടെ ഇന്ന് നീന്താനാണ്. എൻ്റെ കൂടെ ഒരു മാഹിയുണ്ട്, സാറിന് അറിയാൻ തോന്നുന്നു. ആ പാലത്തിനുള്ള മാഹി. അങ്ങനെ 4-5 ബാച്ചുകൾ ഞങ്ങൾ ആറ്റിൽ കറക്റ്റ് 1 മണിക്ക് കളിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ കഷ്ടകാലത്ത് അന്ന് ആറ്റിന് മണ്ണെടുക്കും ഈ കുടിക്കാത്തായി. എനിക്ക് ശ്വാസവും കിട്ടുന്നില്ല,
എൻ്റെ തല മാത്രം മുകളിലുണ്ട്. ഈ മാഗിൻ എങ്ങനെയോ എന്നെ കണ്ട് എൻ്റെ തലയെ പിടിച്ച് പതുക്കെ വിളിച്ച്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിരിക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യം മാഗിന് ചെറിയ ഒരു തകരം കൊണ്ട് മാഗിന് സെപ്റ്റിക്കായി മാഗിൻ വരണം. വാസ്തവത്തിൽ എനിക്ക് അത് പറയുമ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല. വാസ്തവത്തിൽ ഞാനിന്ന് ജീവിക്കുന്നത് ആ റഹീമില്ല ഒരു കയ്യാണ്. അവര് നെറ്റിക്കൊണ്ട് ചേട്ടൻ നെറ്റിക്കൊണ്ട് റഹീം ഇല്യാസ്. ഞാനിന്ന് ജീവിക്കുന്നത് വാസ്തവത്തിൽ ആ റഹീമിന്റെ കയ്യിൽ ആ പിടുത്തമുണ്ട്. അവിടെയാണ് ഈ ദൈവം കൊണ്ടോ ഉണ്ടായിരുന്ന നല്ലത്. കാരണം ഇതുപോലുള്ള മാഹീനും സുരേഷും മറ്റേ തോമസും ഒക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് നിന്ന് പോകാനുള്ളൂ. അപ്പോൾ ഇതിന് ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം വിധിയാണ്. വിധി എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമുക്ക് നല്ലത് വരുമ്പോൾ നമ്മൾ പറയും അവൻ്റെ കട്ടതാണ്, അല്ലാതെ വരുമ്പോൾ പറയും വിധി എന്ന്. വിധി ഒരു ഘടകം തന്നെയാണ്. കാരണം ഈ അനുഭവിക്കാനുള്ള യോഗം നമുക്കുണ്ട്. ഇല്ലെങ്കിൽ തട്ടി പോകുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അനുഭവിക്കാനുള്ള യോഗം വേണം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളത് ഇവിടെ സ്കൂൾ വിടുമ്പോൾ ഒരു ഐസ് വെച്ചുകൊണ്ടൊരു കഴിയുന്നുണ്ട്. ഐസ് വാങ്ങിക്കാൻ പിടിക്കുന്ന പാട് കണ്ടു കഴിഞ്ഞാൽ, കാരണം അന്ന് സേമിയ ഐസ് വാങ്ങിക്കുന്ന ആളുകൾ വലിയ പൈസ കാണുമില്ല, അന്ന് ഭയങ്കര മത്സരമാണ്. അതുപോലെ തന്നെ കാരണം ഒരു സാമ്പത്തികമല്ലാത്ത കുടുംബത്തിൽ വന്നതാണ് ഞാൻ. ഇവിടെ കഞ്ഞീരെ വണ്ടി വരും, മഞ്ചപ്പൂർ വണ്ടി, കഞ്ഞീരെ വണ്ടി വരും. ശെൽവനോട് ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. കഞ്ഞി വണ്ടി വരും. കഞ്ഞി വണ്ടി വരുമ്പോൾ ഇവിടെ തള്ളും മത്സരമുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊന്നും കഞ്ഞി റേഷൻ ഇല്ല, എല്ലാവർക്കും കൊടുക്കൂല. പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ ഉന്തിത്തള്ളി. കാരണം ഇന്ന് അത് വെച്ച് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് 3 നേരം ഭക്ഷണവും സെറ്റപ്പും കാര്യങ്ങളാണ്. അപ്പോൾ അത് ആ കാലത്തിന്. പിന്നെ അന്ന് എനിക്ക് കൂടുതൽ സ്നേഹിതമായ ക്ലാസ്സുള്ളത് രാജേന്ദ്ര ബാബു മാത്രമാണ് എൻ്റെ അടുത്തുള്ള വ്യക്തിയായിട്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ കാണാൻ സംസാരിക്കും പോകുന്നുള്ളതല്ലാതെ കൂടുതൽ സമയം ഈ രാജേന്ദ്ര ബാബുവാണ് നമ്മൾ കൂടുതലായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സൗഹൃദം നമുക്കത് തുടരണം. വേറെ ഒന്നുമില്ല. പണ്ടുള്ളവർ പറയും അവന് പൈസ എന്തിനും, അവന് വേണ്ടി മരിക്കാൻ എത്ര പേര് കൂടെ ഉണ്ട്. നമുക്ക് ചെയ്യാൻ ഇപ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക്. പക്ഷേ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഭാവശയായി കിടക്കുന്നത്, ഒരു സുഹൃത്ത് വന്ന് എൻ്റെ അടുത്ത് പറയണം, അല്ലെങ്കിൽ എൻ്റെ സഹപാഠി വന്നു, സതീഷ നീ ധൈര്യമായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ട്. ഇത്രയും പറയുമ്പോൾ തന്നെ നമ്മുടെ അസുഖത്തിൻ്റെ പകുതി അങ്ങ് മാറിക്കിട്ടും. നമുക്ക് ഇനി ഒരു അവസരത്തിൽ ബാക്കി കൂടുതൽ കാര്യങ്ങൾ പറയാം. അതുകൊണ്ട് പരിപാടി നമുക്ക് ഇത് കൂട്ടായ്മ, ഈ ഓർമ്മ കൂട്ടായ്മ നമുക്ക് തുറന്നു കൊണ്ടുപോകണം. പിന്നെ ഇപ്പം ഇത് തന്നെ ഒരു സാമ്പത്തിക ചെലവ് വന്ന കാര്യമാണ്. ഇപ്പോൾ കയ്യിൽ നിന്നൊക്കെ പൈസ മുടക്കിയിരിക്കും. അതിന് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ചെയ്യണം. തുടർന്ന് ഇവിടെ സാറ് പറഞ്ഞ കാര്യത്തിൽ നമുക്കൊരു ശ്രദ്ധ വേണം. എന്നിരുന്നാലും ഇന്ന് ഇതിനെ മുന്നിട്ടിറങ്ങിയവർ തുടർന്നും സജീവമാക്കണം. അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.